വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഉപ്പുമുളകിലെ സിദ്ധു എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച്. നമുക്കറിയാം സീസൺ 1 മുതൽ പ്രേക്ഷകർ ഉപ്പുമുളകും ഫാൻസ് എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു ക്യാരക്ടറുടെ റീ എൻട്രി എന്ന് വെച്ചാൽ അത് സിദ്ധുവിൻ്റെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്യാരക്ടറെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ സിദ്ധു എന്നൊരു കഥാപാത്രം തിരിച്ചു വരാൻ പോവുകയാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ മുകളിൽ തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓണം സ്പെഷ്യൽ എപ്പിസോഡൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ ഒരു ക്യാരക്ടറുടെ റീ എൻട്രി തന്നെയാണ്. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. സിദ്ധുവായിട്ട് ഉപ്പുമുളകിൽ വരാൻ പോകുന്നത് ഡെയിൻ ഡേവിസ് ആയിരിക്കില്ല, സീസൺ 3 പുതിയ വല്ല ആർട്ടിസ്റ്റുകളായിരിക്കും. അതായത് സീസൺ 1 ഭവാനിയമ്മയ്ക്ക് പകരം സീസൺ 2 പുതിയ ഭവാനിയമ്മ ഒരു പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നതുപോലെ ഡെയിൻ ഡേവിസിന് പകരം വേറൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട് എന്ന രീതിക്ക് കുറച്ച് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു ന്യൂസ് ഇപ്പോൾ വന്നാൽ അത് സീസൺ 2 സമയത്ത് സീസൺ 2 നമുക്കറിയാം ഒരുപാട് സിറ്റുവേഷൻസിൽ ഉപ്പുമുളകിലേക്ക് സിദ്ധു എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഒരു പുതുമുഖ ആർട്ടിസ്റ്റിനെ പോലും കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഡീഷനൊക്കെ റെഡിയാക്കി വെച്ച് സിദ്ധു എന്നൊരു കഥാപാത്രത്തിലേക്ക് ഡെയിൻ ഡേവിസിന് പകരം പുതുമുഖ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വീണ്ടും ചാനലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഒരു അറിയിപ്പുണ്ടായിട്ടുണ്ട്, ഡെയിൻ ഡേവിസ് തന്നെ മതി പുതുമുഖ ആർട്ടിസ്റ്റിനെ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെ. അതുകൊണ്ടാണ് സീസൺ 2 ഡെയിൻ ഡേവിസ് അതായത് സിദ്ധു എന്നൊരു കഥാപാത്രം വരാതിരുന്നത്. ഇപ്പോൾ സീസൺ 3 ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ ഒരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രിക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഡെയിൻ ഡേവിസിന് പകരം വേറൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ ചാൻസസ് ഇല്ല എന്ന് തന്നെയാണ് നമ്മളറിയാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളറിയാം കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയൊരു ഫോട്ടോ റിലീസായിട്ടുണ്ടായിരുന്നു നീലുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന്. ലച്ചുവും സിദ്ധുവും നീലുവും ഇവിടെ ഒരു പുതിയൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഫോട്ടോ റിലീസായിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചത് ആദ്യം ഉപ്പുമുളകിൻ്റെ ഷൂട്ടിലാണത്, ഉപ്പുമുളകിലോട്ട് സിദ്ധു തിരിച്ചു വന്നു എന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ഒരു അഡ്വർടൈസ്മെൻ്റ് ആണെന്നും ഉപ്പുമുളകിൽ തിരിച്ചെത്തിയതല്ല എന്നും. പക്ഷേ ആ ഒരു ഫോട്ടോ മാത്രം അത്രത്തോളം വൈറലായി ഉണ്ടായിരുന്നു. ഉപ്പുമുളകും ഫാൻസിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല ഓൾ ഇൻഡസ്ട്രിയിലെടുക്കും ആ ഒരു ഫോട്ടോ അത്രത്തോളം വൈറലായിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അണിയറ പ്രവർത്തകർക്ക് ഉപ്പുമുളകിൽ സിദ്ധു എന്നൊരു കഥാപാത്രത്തിന് വേണ്ടി എത്രത്തോളം പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നുവെന്ന്. സിദ്ധു എന്നൊരു കഥാപാത്രത്തിന് മാത്രമല്ല ഡെയിൻ ഡേവിസ് എന്നൊരു ആർട്ടിസ്റ്റിന് വേണ്ടിയും എത്രത്തോളം പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നിട്ടുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഒരു പുതുമുഖ ആർട്ടിസ്റ്റിനെ സിദ്ധു എന്നൊരു കഥാപാത്രത്തിലേക്ക് സീസൺ 2 കൊണ്ടുവരത്തില്ല. സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡെയിൻ ഡേവിസിൻ്റെ ഡേറ്റിന് വേണ്ടിയുമാണ് ഇത്ര നാളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഈ ഒരു ഓണത്തിന് ചിലപ്പോൾ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ 2 എപ്പിസോഡിനൊക്കെ സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് വരാൻ ഉപ്പുമുളകിലോട്ട് ഗസ്റ്റായിട്ട് വരാൻ ഹൈലി ചാൻസസ് ഉണ്ട്. പിന്നെ അതിൽ ലീഗലി വലിയ പ്രശ്നമുണ്ടോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിൻ ഡേവിസ് വരാനായിട്ട്. അതായത് ഡെയിൻ ഡേവിസ് മഴവിൽ മനോരമയുടെ കോൺട്രാക്റ്റ് ഉണ്ടാകുമ്പോൾ ഫ്ലവേഴ്സിലോട്ട് വരാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ഡെയിൻ ഡേവിസിന് ഫ്ലവേഴ്സുമായിട്ടും കോൺട്രാക്റ്റ് ഉണ്ട്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്നൊരു പരിപാടി ഹോസ്റ്റ് ചെയ്തത് ഡെയിൻ ഡേവിസാണ് ഫ്ലവേഴ്സിൻ്റെ. അതുകൊണ്ട് തന്നെ ലീഗലി ഒരു പ്രശ്നവും തന്നെ ഉണ്ടാകത്തില്ല സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസിന് ഉപ്പുമുളകിൽ വരാൻ. മാത്രമല്ല ഉപ്പുമുളകും ഒരു ഇൻ ഹൗസ് പ്രൊഡക്ഷൻ തന്നെയാണ്, അതായത് ഫ്ലവേഴ്സ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പരിപാടിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ സിദ്ധുവായിട്ട് സീസൺ 3 വരാൻ പോകുന്നത് ഡെയിൻ ഡേവിസ് തന്നെ ആയിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു റീ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും സാധിക്കും. നിങ്ങൾ ഉപ്പുമുളകിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ആരുടെ റീ എൻട്രിക്കാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.